ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പെരുമഴയിൽ ദുരിതത്തിലായി തലസ്ഥാന നഗരം. രാവിലെ പെയ്ത കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. തമ്പാനൂരിൽ റോഡിൽ വെള്ളം കയറിയതോടെ യാത്രക്കാർ ദുരിതത്തിലായി. ചാലയിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലെ ഡോർ തകർന്നു വീണിട്ടുണ്ട്. രാഹുൽ ജി നാഥും അമൽ തേനമ്പറമ്പിനുമാണ് വിവരങ്ങളുമായി ചേർന്നത്. ആദ്യം രാഹുൽ ജി നാഥിലേക്ക്. രാഹുൽ, രാവിലെ പോയ ഇടങ്ങളിലൊക്കെ ചാലയിലും ചാക്കയിലും കരിമഠത്തുമൊക്കെ ദുരിതങ്ങളുടെ കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത്. മഴയ്ക്കിപ്പോൾ ചെറിയ ശമനമുണ്ട് എന്ന് തോന്നുന്നു. വെള്ളം ഇറങ്ങി തുടങ്ങിയോ? ആളുകളുടെ ദുരിതം അല്പമെങ്കിലും ആശ്വാസത്തിലായോ? വിലാസ്, മണിക്കൂറുകൾക്ക് മുമ്പ് വെള്ളം ഇറങ്ങി തുടങ്ങി. മഴയ്ക്ക് ശമനമുണ്ട്. ഈ നേരം പുലർന്നിരിപ്പോഴാണ് ഈ മാനം തെളിഞ്ഞൊന്ന് കാണുന്നത്. എന്തായാലും മഴ പൂർണ്ണമായി മാറി നിൽക്കുന്നില്ല. മഴ ചാറുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ളത് ചാലയിലാണ്. ചാലയിൽ നമുക്കറിയാം വലിയ വ്യാപാരം നടക്കുന്ന കേന്ദ്രമാണ്. അവിടെയെല്ലാം ഈ പടിക്കെട്ടുകൾക്ക് പുറത്തും സാധനങ്ങൾ വെച്ച് വിൽക്കുന്ന രീതിയുണ്ട്. അങ്ങനെയാണ് ആളുകളെ ആകർഷിക്കാൻ അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ന് അതൊന്നും കാണുന്നില്ല. മഴയായതുകൊണ്ട് പല കടകളും അടഞ്ഞു കിടക്കുകയാണ്. അപ്പം ഈ സാധനങ്ങളുടെ അകത്ത് വെച്ചിരിക്കുകയാണ്. അതാ ഈ ഗ്ലാസ് ഡോറാണ്, മഴയത്ത് ഈ ഗ്ലാസ് ഡോറാണ് രാവിലെ ഈ കടയുടമ എത്തിയപ്പോൾ പൊട്ടിക്കിടക്കുന്ന രീതിയിൽ കണ്ടത്. അത് ഈ നടുക്കുള്ള ഗ്ലാസ് പൊട്ടിപ്പോയി. ചേട്ടാ, എപ്പോഴാണ് കണ്ടത്? ഇന്ന് രാവിലെ കട തുറക്കാൻ വന്ന സമയത്താണ് കണ്ടത്. എല്ലാ പ്രാവശ്യം മഴ വരുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷങ്ങൾ രൂപയുടെ സാധനം ഇതുപോലെ വേസ്റ്റായി പോകണതാണ് ജോലി. അത് മൊത്തം ചെളിയാണ്. ഇനി എത്രയും ക്ലീൻ ചെയ്തെടുക്കാൻ ഒരുപാട് നേരത്തെ ജോലിയുണ്ട്. അത്ര ശക്തിയായിട്ട് മഴവെള്ളം അടിച്ചപ്പോഴാണ് പൊട്ടിയത്? അതെ. ഇവിടെ ഈ വണ്ടി രാത്രി നമ്മൾ അറിയില്ലല്ലോ. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്ലോ അടിച്ചിങ്ങനെ കയറാൻ ഈ ഗ്ലാസ് പൊട്ടി എല്ലാം കൂടെ വീഴുന്നത്. ഏകദേശം നല്ലൊരു എമൗണ്ടിൻ്റെ നഷ്ടം നമുക്കിപ്പോൾ ആയിട്ടുണ്ട്. ഇതിപ്പോൾ അകത്ത് ചെളിയാണല്ലേ? അകത്ത് മൊത്തം ചെളി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് ജോലികളുണ്ട്. അതായത് ഇത് മഴ പെയ്യുമ്പോൾ ഇവർ എപ്പോഴും ഉന്നയിക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ചാലയിൽ ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വെള്ളം കയറും എന്നുള്ളത്, അല്ലേ? എല്ലാ മഴക്കാലത്തും ഇതാണോ? എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ്. വ്യാപാരി വ്യവസായ ചാല മെയിൻ യൂണിറ്റിൻ്റെ ഏകോപന സമിതിയുടെ പ്രസിഡൻ്റാണ് ഞാൻ. പക്ഷേ ഇതാ ഇപ്പം കരീംസ് തൊട്ട് സന്നദ്ധിമുക്ക് വരെയുള്ള 200 കടകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കടയ്ക്കകത്ത് റോഡിൽ നിന്നും 6 അടി പൊക്കമുള്ള കടകളാണ്. ആ കടയ്ക്കകത്താണ് വെള്ളം കയറി ചെളിയും വെള്ളവുമായിട്ട് കിടക്കുകയാണ്. ഒരുപാട് കടകൾക്ക്, ചെരുപ്പ് കടയ്ക്കും തുണി കടകൾക്കും അതുപോലെ ജൂവലറികൾക്ക് വരെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പരിഹാരം ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 സൈഡും കോരണം. കോരിയാൽ മാത്രമേ വെള്ളം പോകത്തുള്ളൂ. എല്ലാ 4 സൈഡുമുള്ള ചുറ്റുമുള്ള 8 റോഡുകൾ പൊങ്ങി. മെയിൻ റോഡുകളിൽ ഒരു പണിയും നടക്കുന്നില്ല. മെയിൻ റോഡ് ഇപ്പോഴും കുണ്ടും കുടിയുമായി തകർന്നു കിടക്കുകയാണ്. അതായത് പല പ്രയോജനം ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ല. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞു, മുട്ടായി തെരുവാക്കി തരാമെന്ന് പറഞ്ഞു, ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വലിയ പരാതിയാണ് ഉന്നയിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ കടയാണ്. ഈ കട റോഡിൽ നിന്ന് ഇതേ ലെവലിൽ തന്നെയാണ് എല്ലാ കടകളും. ഈ പറഞ്ഞ ഇരുമ്പ് ഷീറ്റ് ആയതുകൊണ്ടാണ് ബാക്കി കടകൾക്ക് പ്രശ്നമുണ്ടായത്. ഗ്ലാസ് ഡോർ ആയത്, ആ ഗ്ലാസ് ഡോറാണ് ഇപ്പോൾ ഇത്തരത്തിൽ തകർന്നു പോയിരിക്കുന്നത്. എന്തായാലും മഴ കച്ചവടക്കാരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. കടകളും കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കയറി. ഓരോ പ്രാവശ്യം വെള്ളപ്പൊക്കം വരുമ്പോഴും ഇതാണ് അവസ്ഥ. ഈ സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെക്കണമല്ലേ മഴ പെയ്യുമ്പോഴത്തേക്ക്? സാധനങ്ങൾ അകത്ത് വെച്ചാൽ പറ്റില്ല. എന്തെങ്കിലും കട്ടയോ കബലയോ വെച്ച് പൊക്കി വെച്ചാലേ നടക്കുള്ളൂ. ആ അവസ്ഥയിലായിപ്പോയി. അത്രയ്ക്ക് വളരെ താന്ന് കിടക്കുകയാണ്. മഴ പെയ്താൽ കച്ചവടക്കാർക്ക് ഒരു ആശങ്കയാണ്. ഇന്നല്ല, വർഷക്കണക്കായിട്ട് വെള്ളപ്പൊക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു ഗവൺമെൻറ് ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത്രയ്ക്ക് അവസ്ഥയിലാണ് കച്ചവടക്കാർ. ഒരു ആനുകൂല്യങ്ങളും കച്ചവടക്കാർക്ക് കിട്ടുന്നില്ല. മാത്രമല്ല, ചാലക്കമ്പോളത്തിൽ നിന്ന് ഇൻകം ടാക്സ്, സെയിൽ ടാക്സ്, പ്രൊഫഷൻ ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ മഴയാണെങ്കിൽ പിന്നീട് കച്ചവടം ഒരു സ്ഥലത്തേക്ക്, അത് കടയ്ക്കുള്ളിലേക്ക് മാത്രം ഒതുക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. ഗ്ലാസ് ഡോർ ഉൾപ്പെടെ തകർന്നു പോകുന്ന നിലയിലേക്ക് വരും. അപ്പോൾ നമുക്ക് വഴിയിൽ കാണാം, ഈ കടയിലൊന്നും കയറാനൊന്നും പോലും കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളം ഒഴുകി പോകണമെങ്കിൽ ഇവർ പറഞ്ഞതുപോലെ ഒരു ഓട സംവിധാനം വേണം. അതിനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് തന്നെയാണ് ചാലയിലെ അവസ്ഥ. കച്ചവടക്കാരെല്ലാം പ്രതിഷേധത്തിലാണ്. അവർക്ക് എല്ലാ മഴക്കാലത്തും അവർ പ്രതിഷേധിക്കുന്നു. അവർ ഈ കാര്യങ്ങൾ പറയുന്നു, ഇങ്ങനെ ആവർത്തിക്കുകയാണെന്നാണ് പറയുന്നത്. അഭിലാഷ്. യെസ്.